സർക്കാരും മുഖ്യമന്ത്രിയും എഴുതി തരുന്നത് പോലെ പ്രസംഗിക്കാനല്ല ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. കേരളത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടക്കൊലപാതകങ്ങളും ലഹരിയുടെ വ്യാപനവും തടയുന്ന കാര്യത്തിൽ ഈ ഗവൺമെന്റ് പരാജയപ്പെട്ടു എന്നുള്ള കാര്യം സത്യമാണ്. ഇതൊക്കെ എന്റെ തലയിലാവൂലോ. വർദ്ധിച്ചു വരുന്ന അക്രമങ്ങളെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചാൽ അൺപാർലമെന്ററി ഒന്നും അല്ല. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്ന പാർലമെന്റിൽ മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ അങ്ങനെക്കറിയാമല്ലോ. 2016 മുതൽ 21 വരെയുള്ള 5 വർഷം ആ വിളി ഞാൻ കേട്ടുകൊണ്ടിരുന്നതാ. അത് കേൾക്കാത്തയാളല്ല ഞാൻ. അത് പഠിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കണ്ട. ഭയപ്പെടുത്തുന്ന നിശബ്ദത. ഇതുവരെ നിങ്ങൾ പറഞ്ഞത് ഞാൻ അനുസരിച്ചു, ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കുക. ബ്ലേഡ് മാഫിയ ഞങ്ങൾ അടിച്ചമർത്തിയിട്ടുണ്ട്, ഗുണ്ടകളെ ഞങ്ങൾ അടിച്ചമർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 9 വർഷക്കാലം നിങ്ങൾ ഉറങ്ങുകയായിരുന്നു, നിങ്ങളൊന്നും ചെയ്യുമായിരുന്നില്ല. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നുള്ള മലയാള വാക്കാണ്. അദ്ദേഹത്തിന് മനസ്സിലായില്ല, ഞാൻ എന്ത് ചെയ്യാനാ? അത്ര പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ. ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും. അവന്റെ കണ്ണൊന്ന് പോയി നോക്ക്, കണ്ണൊന്നുമില്ല. സാർ, ഇൻസ്റ്റാഗ്രാമിലെ ഒരു ഗ്രൂപ്പിൽ വന്ന ശബ്ദ സന്ദേശമാണ്. കൂട്ടത്തല്ലിൽ മരിച്ചാൽ ഒരു വിഷയവുമില്ല, പോലീസ് കേസെടുക്കില്ല, കേസ് ഉണ്ടാവില്ല, കേസ് തള്ളിപ്പോകും. കൂട്ടമായി മർദ്ദിച്ചു വന്നാൽ കേസുണ്ടാവില്ല. ഇതിലൊന്ന് കഴിച്ചിലായി പോകുമോ എന്നുള്ളൊരു കണ്ടീഷൻ തന്നെ കേൾക്കുന്നത്. അത് രാഷ്ട്രീയത്തിലായി കഴിഞ്ഞാൽ സ്വാധീനമുള്ള ആളുകളാണ് എല്ലാവരും. നമ്മൾ ദുർബലരായ ആളുകൾ തന്നെയാണെന്നാണ് എല്ലാവരും പറയുന്നത്. നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവർ ഗവൺമെൻറ് ജീവനക്കാരാണ്, പോലീസിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, ടീച്ചറായി ജോലി ചെയ്യുന്നവരുണ്ട്, ഒന്ന് ക്രിമിനൽ പശ്ചാത്തലത്തിലുള്ള ആളുകളൊരു മകനാണ്. സാർ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഷഹബാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ, അതേ ക്ലാസ്സിൽപ്പെട്ട 10ാം ക്ലാസ്സിൽപ്പെട്ട ഒരു കുട്ടിയെ ആസൂത്രിതമായി മർദ്ദിച്ചു കൊന്ന ശേഷം ഇൻസ്റ്റാഗ്രാമിലൂടെ സന്ദേശം പകർന്നതിനെയാണ് ഞാനിവിടെ വായിച്ചത്. അവനൊരു പ്രതീക്ഷ വീട്ടിൽ നിന്നാക്കി കഴിഞ്ഞാൽ മൂത്ത മകനാണ്, അവനവിടെ ആക്കി പോവാം എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. അതുവരെ നഷ്ടപ്പെട്ട് ഇപ്പം ഭാര്യ എവിടെ കിടക്കുന്ന സ്വയബോധമല്ലാതെ ചെറിയ കൊച്ചിനെ ഞാനെടുത്ത് പോകാൻ കഴിയുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് പോണ്. നികുതി പീഠം അവർക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കും. കേരളത്തിൽ ഇന്ന് ക്യാമ്പസുകളിൽ റാഗിങ്ങുകൾ വ്യാപകമാണ്. ആരാണ് സാർ റാഗിങ്ങിന് നേതൃത്വം കൊടുക്കുന്നത്? ക്ഷമിക്കണം സാർ, SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം റാഗിങ്ങിന് നേതൃത്വം കൊടുക്കും. സമൂഹത്തിന് നിങ്ങൾ നൽകുന്ന സന്ദേശം എന്താണ്? കൊലപാതകം നടത്തിക്കൊള്ളുക. ഗവൺമെന്റിൽ സ്വാധീനമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വിധത്തിലുമുള്ള സംരക്ഷണം ലഭിക്കും. ഒരിക്കലും ആ കുട്ടികളെ പരീക്ഷ എഴുതിക്കരുത്. ആ കുട്ടികളെ ശിക്ഷിക്കണം, മാതൃകാപരമായ ശിക്ഷ കൊടുത്തിരിക്കണം ആ കുട്ടികൾക്ക്.